അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഷാഫി ഇമാമിനെ കുറിച്ച് ഒരു ക്ലാസ്സിനാണ് ഇന്നലെ എടുത്തിട്ടുള്ളത്. ഷാഫി ഇമാം ഖുറൈശി കുടുംബത്തിൽപ്പെട്ട ആള്. ആ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഖുറൈശി കുടുംബത്തിൽപ്പെട്ട ആൾ. ഷാഫി ഇമാമിന്റെ ഖുറൈശി കുടുംബത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഒരു പ്രത്യേകത കൊടുത്തു. അതായത് അൽ മുൽക്കു ഫി ഖുറൈശ്. നബി തങ്ങ ചൊല്ല അധികാരം ചൊല്ലത് അത് ഖുറൈശികല്ല. വൽ ഖലാഉ ഫിൽ അൻസാർ. ഖലാ വിധിക്കുകൊള്ളാത്തക്കത്തുള്ള അതിൽ വലിയ സ്ഥാനത്ത് എത്തുക അൻസാരിങ്ങ. വൽ അദാനു ഫിൽ ഹബശ. ബാങ്ക് കൊടുക്കുന്നതിൽ ഹബശറായത്തെ ബിലാൽ റളിയല്ലാഹു അൻഹു ഹബശറായത്തേലായിട്ട്. വൽ അമാനത്തു ഫിൽ അസ്ദ്. അതുപോലെ ഈ വിശ്വസ്തത ചൊല്ലത് അസ്ദ് ഗോത്രത്തിൽ. അപ്പൊ 4 ഗോത്രത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടന്താക്കിയിട്ട് പ്രത്യേകിച്ച് അങ്ങ് പ്രത്യേകമായ ഒരു സ്ഥാനം കൊടുത്തത്. അപ്പൊ ഖുറൈശികളിലായിട്ട് അധികാരം. അപ്പൊ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫായിട്ട് ഖുറൈശി ആയിട്ട്. അതുപോലെ ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു ഒക്കെ ഇങ്ങ് ഖുറൈശികളായിട്ട്. അപ്പൊ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ബാപ്പ ഖുറൈശി ഗോത്രത്തിൽപ്പെട്ടാൽ, ഉമ്മാണെങ്കിലോ അസ്ദ് ഗോത്രത്തിൽപ്പെട്ടാൽ. അസ്ദ് യമനിലൊരു ഗോത്രമായിട്ടിരിക്കുന്നത്. അപ്പൊ ബാപ്പയുടെ കുടുംബം നോക്കണമെങ്കിലും ഉമ്മയുടെ കുടുംബം നോക്കണമെന്നുണ്ടെങ്കിൽ വലിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പ്രത്യേക സ്ഥാനം കൊടുത്ത കുടുംബത്തിൽ ജനിച്ചാലായിട്ടിരിക്കുന്നത്. ഷാഫി എന്ന ഇമാമിന്റെ പേരല്ല. ഷാഫി ഇമാമൻ അങ്ങ് ചൊല്ല. പക്ഷേ ഷാഫി ഇമാമിന്റെ പേര് മുഹമ്മദ് ഉണ്ടായിട്ടിരിക്കുന്നത്. മുഹമ്മദ് ആരെ മോന്? ഇദ്രീസിന്റെ മോൻ. അപ്പൊ ഷാഫി ഇമാമിന്റെ പേരങ്ങനായിട്ട് മുഹമ്മദ് ഇബ്നു ഇദ്രീസ് അല്ലെ, ഇദ്രീസ്. അപ്പോ ചൊല്ലിന്റെ സാധാരണ ഷാഫിയീൻ. അതൊന്നെങ്കിൽ ഷാഫി ഇമാമിന്റെ ബാപ്പ ഇദ്രീസ്. ഇദ്രീസ് എന്നാലിന്റെ ബാപ്പ അബ്ബാസ്, അയാളെ ബാപ്പ ഉസ്മാൻ, അയാളെ ബാപ്പ ഷാഫി. അപ്പൊ 4ാമത്തെ ബാപ്പ ആ ഷാഫിയീൻ ചൊല്ലാനായിട്ട് ഷാഫി ഇമാമിന്റെ അജ്ജ, 3ാമത്തെ അജ്ജ. ആ ഷാഫിക്ക് ചേർപ്പാട്ടിട്ടായിട്ട് ഷാഫിയീൻ. അല്ലാണ്ട് ഷാഫി ഇമാമിന്റെ പേര് മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ഉണ്ടായിട്ടില്ല. അത് ഷാഫി എന്നാലായിട്ടില്ല. ഇബ്നു സായിബ്, ഇബ്നു ഉബൈദ്, ഇബ്നു അബ്ദ് യസീദ്, ഇബ്നു ഹാഷിം, ഇബ്നു മുത്തലിബ്, ഇബ്നു അബ്ദു മനാഫ് അൽ ഖുറൈശി. അപ്പൊ അബ്ദു മനാഫ് ആറ്? നബിയുടെ ബാപ്പ അബ്ദുള്ള, അയാളെ ബാപ്പ അബ്ദുൽ മുത്തലിബ്, അയാളെ ബാപ്പ ഹാഷിം, അയാളെ ബാപ്പ അബ്ദു മനാഫ്. അപ്പൊ നബിയുടെ 3ാമത്തെ അജ്ജയും ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു 9ാമത്തെ അജ്ജും ഒരേ ആളാണ്. അപ്പൊ ആ അബ്ദു മനാഫ് ചൊല്ലവിടെ കയറ്റിക്കുന്നത് ആരെ പാരമ്പര്യത്തില്? മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ പാരമ്പര്യം എത്ര. ഉമ്മാണെങ്കിലോ അത് അസ്ദി ഗോത്രത്തിൽപ്പെട്ട ആളായിട്ടിക്കട്. ഏടെ ഉമ്മ യമനിലുള്ള ഒരു ഗോത്രമായിട്ടിക്കട് അസ്ദ്. ആ ഗോത്രത്തിൽ പെട്ടാലായിട്ടിക്കട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്നല്ല അൽ അസ്ദുല്ലാഹി ഫിൽ അർദ് യുരീദുൻ നാസ് അൻ യദഉഹും വയഅബല്ലാഹു ഇല്ലാ അൻ യർഫഅഹും. ഭൂമിയിലുള്ള വലിയൊരു സ്ഥാനമായിട്ട് ആൾക്ക് അസ്ദ് ഗോത്രത്തെ സംബന്ധിച്ച് നബി തങ്ങൾ ചെന്നത്. മനുഷ്യന്മാരൊക്കെ അങ്ങനെ താത്തുക നോക്കുന്നത്. പക്ഷേ അള്ളാഹു അങ്ങനെ ഉയർത്താണ്ട് വിടില്ല. ഇനി നബി തങ്ങൾ ചൊല്ല് ഒരു കാലം വരും എല്ലാവരും ഞാനൊരു അസ്ദ് ഗോത്രത്തവനായിരുന്നെങ്കിൽ എത്ര നല്ല കൊതിക്കണേക്കത്തൊരു കാലം. അപ്പൊ അങ്ങനെ ഒരു കാലം വരും. എൻ്റെ ഉമ്മ അസ്ദ് ഗോത്രത്തവനായിട്ടിരുന്നെങ്കിൽ, എൻ്റെ ബാപ്പ അസ്ദ് ഗോത്രത്തവനായിട്ടിരുന്നെങ്കിൽ എത്ര നല്ലക്കന്ത് എന്ന്. ഞാനൊരു അസ്ദ് ഗോത്രത്തവനായിരുന്നെങ്കിൽ, എൻ്റെ ഉമ്മ അസ്ദ് ഗോത്രത്തെപ്പെട്ട പെണ്ണുങ്ങളായിട്ടിരുന്നെങ്കിൽ എത്ര നല്ലക്കന്ത് കൊതിക്കുന്ന ഒരു കാലം വരും. അപ്പോൾ നല്ല ഒരു കുടുംബമായിട്ടിരിക്കുന്ന അസ്ദ് ചൊല്ല് കുടുംബം. അതൊക്കെയായിട്ടിരിക്കുന്ന നബി തങ്ങൾ വിശ്വസ്തത ചൊല്ല് തങ്ങൾ ഇതിലുള്ളതാണ്. അപ്പോൾ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ബാപ്പയുടെ കുടുംബം ഖുറൈശിയും ഉമ്മയുടെ കുടുംബം അസ്ദ് ഗോത്രത്തിലേക്കായിട്ടിരിക്കുന്നത്. അള്ളാഹു അവിടുത്തെ ബറക്കത്ത് മദദ് ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ. വലിയ മഹാനായിട്ടിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതെല്ലാം ചെന്ന് ഇന്നലത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ചെന്നത് ഖുറൈശിലെ ഒരു പണ്ഡിതൻ ലോകത്തിരീക്കൈ വിജ്ഞാനത്തെ ഇൽമുടെ എത്തുവാട്ടിലേക്ക് ഒരു പണ്ഡിതൻ പറഞ്ഞുണ്ടോ. അള്ളാഹു അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദുനിയാവും ആഖിറവും അള്ളാഹു സലാമത്താക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഷാഫി ഇമാമിനെ കുറിച്ച് ബാക്കി ഞങ്ങൾക്ക് മുന്നിൽ ചൊല്ലാം. ഇന്നത്തെ ക്ലാസ് നമുക്ക് അത് കൊടുക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.